കഴിഞ്ഞ ദിവസം നമ്മുടെ മുക്താദർ ജുവലറിയുടെ സ്വർണ്ണത്തട്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചിലരെങ്കിലുമൊക്കെ പറയാറുണ്ട് വ്യക്തിവിരോധം തീർക്കുന്നത് ഇങ്ങനെയല്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്നൊക്കെ. ഒരു വ്യക്തിവിരോധവും ആരോടുമില്ല. പക്ഷേ ചൂഷണങ്ങളും അത്തരം കാര്യങ്ങളും സമൂഹത്തിലുണ്ടാവുമ്പോൾ അത് ആദ്യം അറിയിച്ച ഒരാളെന്നുള്ള നിലയിൽ അത് ആവർത്തിക്കപ്പെടുമ്പോൾ ഉറക്കെ വീണ്ടും ഉറക്കെ പറയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് അയച്ചു തന്ന ഒരു വീഡിയോ ക്ലിപ്പ് കാണണം. ഒരു ഉമ്മയുടേതാണ്. രോഗത്തിന് ചികിത്സിക്കാനുള്ള ലാഭം പ്രതീക്ഷിച്ച് കൊണ്ടുവന്ന് ഈ കൊടൂരം പിടിച്ചോൻ്റെ കയ്യിൽ കൊടുത്തതാണ്. അവസാനം എത്തിയിരിക്കുന്ന സ്ഥിതി അവർ തന്നെ പറയട്ടെ. ഞാൻ കഷ്ടപ്പെട്ട പൈസയാണ്, ഞാൻ പോയി വീട്ടിൽ ജോലി ചെയ്ത പൈസയാണ്. 7,40,000 രൂപ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അവരെനിക്ക് മാസം തോറും എന്റെ ചെലവിന് തരും, എന്റെ കാശ് തരുമെന്ന് പറഞ്ഞാണ് കേട്ടോ. എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ട്, ഓപ്പറേഷത്തിന് വേണ്ടിയാണ് ഞാൻ ആ പൈസ ഞാൻ ചോദിച്ചപ്പോൾ ആൾ തരാമെന്ന് പറയുന്നതല്ലാതെ തരുന്നില്ല. എനിക്ക് ഓപ്പറേഷൻ ആശുപത്രിയിലൂടെ അഡ്മിഷൻ ആവണം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് ആരും കൂടെ ഇല്ല. ആളെത്താണ് ഞാൻ കിടക്കാനുള്ളത്. അവര് തരാമെന്ന് പറയുന്നതല്ലാതെ അവർ തരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന്റെ തീരുമാനം എടുക്കണം. കേട്ടല്ലോ. ഇനി ഈ വീഡിയോ ഇട്ടപ്പോൾ ഒരാളൊരു കമൻ്റ് എഴുതി, നാട്ടിലെ പാവങ്ങൾ ഒരു സഹായത്തിന് ചെന്നാൽ മിക്കവരും കൈയൊഴിയും, വരുന്നവരെക്കാളും മോശം സാഹചര്യമാണെന്ന് വരെ തോന്നിപ്പോവും. 10, 30, 50 ലക്ഷമൊക്കെ ഇതുപോലുള്ളത് കൊണ്ട് കളയാൻ ഇവരുടെ കയ്യിലുണ്ട്. എൻ്റെ നാട്ടിലെ ചിലരുടെ കാര്യമാണ് പറഞ്ഞത്, എല്ലാവരുടെയും അല്ല. എൻ്റെ നാടെന്നും പറഞ്ഞ് ഞാൻ നോക്കിയപ്പം കരുനാഗപ്പള്ളിയൊക്കെ കണ്ടു. എന്തായാലും മുഹമ്മദ് ഷാഫി, നിങ്ങൾ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇത്തരത്തിൽ ചെന്ന് പെടുന്നവരിൽ ചിലരും പലരും പല സംഗതികളും ഇതുപോലെയൊക്കെ കാണിക്കുന്നവരാണ്. എനിക്കുണ്ടായിട്ടുണ്ട് ചില അനുഭവങ്ങൾ. ഞാനൊരിക്കൽ ഈ എൻ്റെ പള്ളിയുടെ സക്കാത്ത് കമ്മിറ്റിയിൽ അംഗമാവുകയും അതിന് ചില ആളുകളെയൊക്കെ കണ്ട് അത് സമാഹരിക്കുവാൻ വേണ്ടി പോവുകയും ഒക്കെ ചെയ്തൊരു സന്ദർഭം ഉണ്ടായി. അങ്ങനെ പോകുമ്പോൾ വളരെ വലിയ ഒരു വ്യാപാരി റോഡിൻ്റെ പടിഞ്ഞാറ് വശത്ത് കൂടി പോകുമ്പോൾ കിഴക്ക് വശത്ത് പുള്ളി ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ തിരിച്ച് കിഴക്ക് വശത്ത് കൂടി വന്നപ്പോൾ ഒപ്പമിരുന്ന ആളവിടെയുണ്ട്. ഈ കസേര ചില സിനിമകളിലെയൊക്കെ പോലെ ശൂന്യം. വളരെ പെട്ടെന്ന് ഈ ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചാർലി ചാപ്ലിൻ്റെ കഥകളിലൊക്കെ അപ്രത്യക്ഷമാവില്ലേ. എന്തെന്ന് വെച്ചാൽ ഈ പോകുന്നവർ പള്ളിയിൽ നിന്ന് ഇതിന് പോവുകയാണെന്നറിയാം. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ 500 1000 രൂപ എന്നാ ഞങ്ങളുടെ വകയായിട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ തരണമെന്നും അറിയായിരിക്കും. ഏതായാലും അതുകൊണ്ടാണ് എന്ന് കരുതി. അപ്പോൾ എനിക്കൊരു കൗതുകം, അന്ന് മുതലേ കുറച്ച് സോക്കേട് എനിക്കുണ്ട്. എൻ്റെ കൂടെ വന്നവരെല്ലാം അവിടെ നിൽക്കുമ്പോൾ ഞാൻ പതുക്കെ അകത്ത് കയറി നോക്കിയപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കടയുടെ പുറകിൽ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ ബാക്കിൽ ഭയങ്കരമായ ചെലന്തി വല കെട്ടി കുറ്റാക്കൂരിട്ട് ബാധിച്ചിരിക്കുന്നതിൻ്റെ നടുവിൽ ഇരുട്ടത്ത് ഇല്ല പറമ്പിൽ പണ്ടിരിക്കുന്നത് പോലെ ഈ ആൾ കുത്തിയിരിക്കുന്നു. തലവഴിയേ ചെലന്തി വലയുണ്ട്. ഞാൻ ചെന്ന് കണ്ടു എന്ന് വരുത്തിയിട്ട് ഇറങ്ങി പോരുന്നു. അത്തരം ആളുകളും ഉണ്ട് ഈ 30 40 അടച്ച് ഇത് പെരുക്കാൻ കൊടുക്കുന്നവരിൽ. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ളവർക്കിത് സംഭവിച്ചതിൻ്റെ സന്തോഷമല്ല, ഒരു തിരിച്ചറിവ് മനുഷ്യർക്കുണ്ടാകേണ്ടതുണ്ട്. എന്തെന്നറിയോ, നമ്മളൊക്കെ സമ്പാദിക്കണം, അത് ആവശ്യമാണ്. നേടണം, ഉണ്ടാക്കണം, ലാഭമാക്കണം, അതൊക്കെ മനുഷ്യൻ്റെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. പക്ഷേ ആ ലാഭം, നേട്ടം എന്നൊക്കെ പറയുന്നത് മറ്റാർക്കും 10 പൈസ കൊടുക്കാതിരിക്കലാണ്, വേറൊരാളിനെയും സഹായിക്കാതിരിക്കലാണ്. പരമാവധി മൃഗത്തെപ്പോലെ എന്ന് പറഞ്ഞാൽ മൃഗത്തെ അപമാനിക്കലാവും. അതിനേക്കാൾ വേറെന്തെങ്കിലും ആണെങ്കിൽ ആ ഭാവത്തിൽ ജീവിക്കുന്നതാണ് എന്ന് കരുതിപ്പോകരുത്. അത് മാത്രമേ ഉള്ളൂ ഒരു തിരുത്ത്. ബാക്കിയെല്ലാം ശരിയാണ്. ഏതായാലും ഇത്തരം തട്ടിപ്പുകളിൽ കുറേ നിരപരാധികൾ കുടുങ്ങുന്നതോടൊപ്പം ഇതുപോലെയുള്ള ആളുകളും കുടുങ്ങാറുണ്ട് എന്നതാണൊരു സത്യം. ഒത്തിരി ഉണ്ടായിട്ടും പിന്നെയും ഇത്തിരി കഷ്ടപ്പെടാതെ വിയർക്കാതെ ആരെങ്കിലും ഹലാലാണെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് മുടക്കമില്ലാതെ അതിങ്ങി തരുന്നെങ്കിൽ അത് പോരട്ടെ എന്ന് വെക്കുന്ന, പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഈ എന്തായാലും പറയണമെന്നറിയില്ല, പല്ലിയരിപ്പെന്നൊക്കെ പറയുന്ന ഇങ്ങോട്ട് വലിക്കുമ്പോൾ തൂമ്പ എന്നൊക്കെ പറയില്ലേ, വലിച്ചാൽ ഇങ്ങോട്ട് മാത്രം പോരുന്ന ആ ഒരു പ്രക്രിയയുടെ ഭാഗമായി തീരുന്നവരും ഈ കൂട്ടത്തിൽ വരാറുണ്ട്. ഗുണപാഠമാകട്ടെ, ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കട്ടെ.